പിണറായി വിജയൻ സർക്കാരിനെയും വിശിഷ്യ CPM-നെയും ഒക്കെ തകർത്തെറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഈ നാട്ടിലെ UDF എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായി ഉത്തരം കിട്ടാത്ത കാര്യമാണ്. കേരളത്തിൽ ഒരാൾ പോലും പ്രതീക്ഷിക്കാതിരുന്നത്ര വലിയ വിജയം എങ്ങനെയാണ് UDF-ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു 140-ൽ ഏതാണ്ട് 120 സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു വിജയമാണ് UDF-ൻ്റേത്. കാരണം LDF-ൻ്റെ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ നാമമാത്രമായിട്ടുള്ള വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം അവരുടെ ഇടയിൽ തന്നെ ഒട്ടും തന്നെ ജനപ്രീതി ഇല്ലാത്ത നിരവധി നേതാക്കൾ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്നുള്ളതുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉള്ളുകള്ളികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അത് എനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടല്ല, പകരം നിങ്ങൾ അറിയേണ്ടത് ഒരു ഇടതുപക്ഷ മതേതര മനസ്സ് ഉള്ള ആളുകൾ ഇവിടെ നിലനിൽക്കണമെന്നും കേരളം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണമെന്നുമാണ് വിചാരിക്കുന്നത്. അതിന് മറ്റാരുടെയും സപ്പോർട്ടില്ലാതെ ഒരു ഒറ്റയാൾ പോരാട്ടം കൊണ്ട് നടത്തിയാൽ വിജയിക്കുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പോരാട്ടമൊന്നും നടത്തിയില്ലെങ്കിൽ, വലിയ കോംപ്രമൈസുകൾ നടത്തിയാൽ വലിയ ലാഭം പണത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങളെ സ്വാധീനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. വലിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കുന്നത് എന്നുള്ളതും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ സപ്പോർട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പായിട്ട് എടുക്കാം. പക്ഷേ മെമ്പർഷിപ്പൊക്കെ വളരെ ചെറിയ എമൗണ്ടുകളാണ്. അത് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ടുകൾ വേണം. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊരു വലിയ പോഡ്കാസ്റ്റുകൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വേറൊരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തായിരിക്കും ഉണ്ടാവുക. ആ പോഡ്കാസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഒരു 2, 3, 4 മണിക്കൂറുള്ള പോഡ്കാസ്റ്റുകൾ വരെ ആകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അതൊന്നും അല്ലാതെ മുഴുവനായും തന്നെ ഈ കൺവിൻസിംഗ് ആയി ഈ കാര്യം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നടത്തണമെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളൊന്നും നമുക്കില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ അറിയേണ്ടത് ഒരു ക്യാമറകളെങ്കിലും മേടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോകൾ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. പക്ഷേ അതൊക്കെ തന്നെ വലിയ ഭാരിച്ച പണച്ചെലവുള്ളൊരു കാര്യമാണ്. കൂടാതെ ചോദിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും കൃത്യമായി കണ്ടെത്തുകയും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമല്ല, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി നടന്നൊരു യുദ്ധമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ വലിയ സന്തോഷം. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കമൻറ്റുകളിലൂടെയെങ്കിലും സപ്പോർട്ടുകൾ അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. പിണറായിയെ തകർത്ത് UDF-ൻ്റെ വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജയത്തിൽ ഞാൻ ടൈറ്റിൽ തന്നെ കൊടുത്തേക്കുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെയും BJP-യുടെയും വലിയ പദ്ധതിയായിരുന്നു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും എതിരാളികളല്ലേ, ഇവർ തമ്മിൽ എങ്ങനെയാണ് ചേരുക എന്ന് പറയുന്ന ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായേക്കാം. ആ സംശയങ്ങൾക്കുള്ള വളരെ കൃത്യമായ മറുപടി ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കൊണ്ട് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ എക്സാമ്പിൾ മാത്രം നിങ്ങളോട് പറയാം. പഹൽഗാമിൻ്റെയൊക്കെ അറ്റാക്ക് നടന്നിട്ടുള്ള ആ സമയങ്ങളിൽ തന്നെയാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ എന്ന് പറയുന്ന ഒരു സംഘടന, അത് ഇവിടുത്തെ സംഘടനയുടെ ഏതാണ്ട് ഒരു സഹോദര സംഘടന തന്നെയാണെന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ നിരോധനം BJP ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം ഒരു കലുഷിതമായ സംഘർഷ സമയങ്ങളിൽ പോലും എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു നിരോധനം പിൻവലിക്കുന്ന ഒരു നടപടിയിലേക്ക് ഗവൺമെൻറ് കടന്നത് എന്നുള്ളത് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള 2 ശക്തികളും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മതേതര ചേരികളിൽപ്പെടുന്ന കോൺഗ്രസും അതുപോലെ CPM-നെയും ഒക്കെ ഇഞ്ചിഞ്ചായി അവർക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. അങ്ങനെ വളരണമെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടപ്പുറത്തുള്ള ഒരു ശക്തി കൂടി വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സിനിമ കാണുമ്പോൾ അവിടെ നിങ്ങൾ അറിയേണ്ടത് ഒരു വില്ലൻ ഇല്ലെങ്കിൽ, ഒരു ജോർജ് സാർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ആ മിഴിവ് കിട്ടണം എന്നില്ല. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും വലിയ വില്ലന്മാരുണ്ടാകുമ്പോഴാണ് നായകന് വളരാൻ കഴിയുക, പെർഫോം ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ കൺസോൾട്ടേഷനും ന്യൂനപക്ഷ എക്സ്ട്രീമിസ്റ്റ് തീവ്ര സംഘടനകളും ഒക്കെ തന്നെ നിലവിലുണ്ടാകേണ്ടത് BJP ആവശ്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായി അവർക്ക് വളരാൻ കഴിയൂ. BJPക്കോ നരേന്ദ്രമോദിക്കോ അവരുടെ നേതാക്കന്മാർക്കോ എന്നും ഏതെങ്കിലും മതത്തോടോ ജാതിയോടോ ഒന്നും ഒരു വിരോധവും ഇല്ല എന്നുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തെല്ലായിടത്തും തന്നെ
ഭൂരിപക്ഷങ്ങളെ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം കണ്ടുപിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ വൈറ്റ്സ് ആണ് കൂടുതലെങ്കിൽ വൈറ്റ്സിനെ കൺസോൾഡേറ്റ് ചെയ്യാൻ ബ്ലാക്കിനെതിരെയുള്ള ഒരു വിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായി നടക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മൾ അറിയണം. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടും ഇപ്പോൾ ഈ റൈറ്റ് വിങ് ഹിന്ദു അജണ്ടകളൊക്കെ തന്നെ പേറുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നത്. അതായത് ആരെങ്കിലും ഒരാളെ ന്യൂനപക്ഷമാക്കി കൊണ്ടുകൊണ്ട് അവരെ ആക്രമിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാം, അവിടെ ഛത്തീസ്ഗഡ് പോലൊരു സംസ്ഥാനത്തിൽ അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആയതുകൊണ്ടാണ് അവർക്കെതിരെ വലിയ വിദ്വേഷ പ്രചരണം ഉണ്ടാകുന്നത്, അവരെ അടിക്കാൻ ഒരു സ്ത്രീ തയ്യാറാകുന്നത്. അത് കണ്ടിട്ടും ആളുകൾ അതിനനുകൂലമായി നിൽക്കാൻ ആ സംസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. മണിപ്പൂരിൽ അതുപോലെ തന്നെ കുക്കീസിനെതിരെയുള്ളൊരു വികാരം വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഇന്ന് മെയ്ത്തികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മെയ്ത്തികളിൽ ഒരാളുടെ ഒരു കഥ കേട്ട് ഞാൻ തന്നെ കണ്ണീരണിഞ്ഞു പോയി. കാരണം അയാളുടെ ഒപ്പം 4.5 കൊല്ലം ഒരു കാർ വാഷിൽ വർക്ക് ചെയ്തിട്ടുള്ള 2 പെൺകുട്ടികളെ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ വണ്ടിയിൽ കൊണ്ടുപോയി കലാപകാരികളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്നുള്ളത് നിങ്ങളൊന്നറിയണം. അങ്ങനെ തന്നെ മനസ്സ് മാറിയിട്ടുള്ള പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിന്നു എന്നറിയണം. പോലീസ് വണ്ടികളിലേക്ക് എത്തിയ അവരെ പോലും വീണ്ടും കലാപകാരികൾക്ക് കൊടുക്കുന്ന അവസ്ഥയുണ്ടായി എന്നറിയണം. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചാൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ നടക്കണമെങ്കിൽ നേരെ 2 വിഭാഗങ്ങളും തന്നെ അവിടെ വേണം, അതിൽ തീവ്ര നിലപാടുകാർ വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിലും വളരാൻ കഴിയുമെന്ന് BJP കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിരുദ്ധ അജണ്ടകൾ കൃത്യമായി അവർ നടപ്പിലാക്കിയത്. ആദ്യം കോൺഗ്രസിൻ്റെ നിന്ന് BJP വോട്ടുകൾ കിട്ടിയെങ്കിൽ ഇനി BJP വളരണമെങ്കിൽ തീർച്ചയായും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അത് CPM-ൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടുകൾ കിട്ടിയേ തീരൂ. CPM-നെ തകർക്കാതെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്നവർ തിരിച്ചറിഞ്ഞതാണ്. ഈ പദ്ധതി ഒരു RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഒരു ഗ്രാൻഡ് ഡിസൈനാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വളരെ പഠിച്ച് സൂക്ഷ്മമായി പഠിച്ച് കൃത്യമായി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നവരാണവർ. ഒരിക്കൽ പ്രകാശ് ജാവദേക്കർ തുറന്ന് പറഞ്ഞു പോയൊരു സെൻറ്റൻസ് ഉണ്ട്, ഞങ്ങൾ വിചാരിച്ചത് ഏറ്റവും വലിയ ഹിന്ദു സമുദായം വോട്ട് ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്, പക്ഷേ ഞങ്ങൾക്ക് തെറ്റി, ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് CPM ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ കൂടി മേടിച്ചെടുത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ അങ്ങനെ വെറുതെ ഒരു 38-40% വോട്ടുകൾ മേടിച്ചുകൊണ്ട് ഭരണം പിടിക്കുക എന്നുള്ളതല്ല ഒരു സംസ്ഥാനത്തിലും സംഘപരിവാറിൻ്റെയും BJP-യുടെയും പദ്ധതി. നിങ്ങൾ വളരെ കൃത്യമായി എടുത്തു നോക്കൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് BJP-ക്ക് വലിയ നേട്ടമുണ്ടായിട്ടുള്ള 2019-ലെയും 2024-ലെയും 2014-ലെയും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് ഞാനിപ്പോൾ വിസ്താര ഭയം കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത്, അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലടക്കം, രാജസ്ഥാനിലടക്കം, മധ്യപ്രദേശിലടക്കം, ഉത്തർപ്രദേശിലടക്കമുള്ള, ഗുജറാത്തിലടക്കമുള്ള, ഹരിയാനയിലടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ അവർ ഏതാണ്ട് 50%, 56%, 57% വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അപ്പോൾ അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇവിടെയുള്ള ഈ പറയുന്ന പോലെ നമ്മുടെ ഈ പറയുന്ന പോലെ CPM അടക്കമുള്ള CPI അടക്കമുള്ള ഏതെങ്കിലും ഇടതുപക്ഷ കക്ഷികളോ കോൺഗ്രസോ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കണമെങ്കിൽ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിൽ ഏതാണ്ട് 16-17% വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതിൽ 1%, 1.5% കുറവായിരിക്കും, ഒരു 16 കണക്ക് കൂട്ടാം. 27% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അത് 2011 സെൻസസ് ആണ്. ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് 30%, 32% വരെ വന്നേക്കാം എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. നമുക്കൊരു 30% എന്ന് എടുത്താൽ ഒരു 46% വരുന്ന മൈനോറിറ്റി പോപ്പുലേഷനുള്ള ഒരു കേരള സംസ്ഥാനത്ത് പിന്നെ അവർക്ക് എന്താണ് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ 54% വരുന്ന മുഴുവൻ ഹിന്ദു സമുദായങ്ങളുടെയും വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ വളരെ തമ്പിങ് മജോറിറ്റിയോടുകൂടി BJP-ക്ക് കേരളം പിടിക്കാൻ കഴിയൂ എന്ന് പറയുന്ന യാഥാർത്ഥ്യം അറിയണം. ആ യാഥാർത്ഥ്യം അറിയുമ്പോൾ നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ അവർ ഉന്നമെടുത്തില്ലെന്ന്. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ അവർ ഉന്നമെടുന്നുണ്ട്. പക്ഷേ 14-15% അല്ലെങ്കിൽ 16% വരെ മാക്സിമം ഉള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ പൂർണ്ണമായും തങ്ങൾക്ക് കിട്ടും എന്നവർക്കൊരു പ്രതീക്ഷയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഛത്തീസ്ഗഡിൽ, മിസോറാമിൽ, ഗോവയിൽ ഇത്തരത്തിൽ നാഷണൽ ലെവലിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, മതപരിവർത്തനത്തിനെതിരെ നടത്തുന്ന നിയമങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ ഇവർക്കെതിരാകാനുള്ള സാധ്യതകളുണ്ടെന്നും അപ്പോൾ ഈ സമുദായത്തിൻ്റെ മാക്സിമം എന്നാൽ ഒരു 16%-ൽ 5-8% മാത്രമേ തങ്ങൾക്ക് പൂർണ്ണമായും കിട്ടുകയുള്ളൂ. അത് തന്നെ പലപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊഴിക്കും എന്നുമാണ് അവർ വിചാരിക്കുന്നത്. ഒന്ന്, അപ്പോൾ ആ സമുദായങ്ങളെ കൂടി അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ 100-ൽ ഒരു 90, 80, 85 പേര് വരുന്ന
ഹിന്ദു സമുദായത്തിലെ നായർ, ഈഴവ, അതുപോലെ തന്നെ മറ്റ് ദളിത്, OBC-കാരുടെ എല്ലാം തന്നെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയണം കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ. അപ്പം അങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. അപ്പോൾ ആലോചിച്ചത്, അവർ കണ്ടെത്തിയത്, അതിന് അവർക്ക് ഏറ്റവും കൃത്യമായി ഉപകരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ പ്രസക്തിയും അതിൻ്റെ ഈ പറയുന്ന പോലെ വലിയ പ്രഹരശേഷിയും ഒന്നും നമ്മുടെ ഇവിടുത്തെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളും ലോകത്തിലെ തന്നെ പല തെരഞ്ഞെടുപ്പുകളും വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ഇപ്പം എങ്ങനെയാണ് വളരെ അതിക്രൂരനായിട്ടുള്ളൊരു പട്ടാള മേധാവി പ്രഭാവോ സുബിയാന്തോ, ഒരു ഗമോയ് എന്ന് പറയുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛനായി മാറിയത് എന്ന് ചോദിച്ചാൽ ടിക്ടോക്ക് റീലുകളിലൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിച്ചതിനാൽ ചിലപ്പോൾ വിഷമമുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അദ്ദേഹം കുട്ടികളായിട്ട് ഡാൻസ് കളിക്കുന്ന നിരവധി വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുത്തച്ഛൻ്റെ ഒരു ഇമേജ് അവിടെ വളരെ കൃത്യമായി വലിയ പണം മുടക്കി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരം പിടിക്കുന്നതെന്ന് നമുക്കറിയണം. എർദോഗാൻ എന്ന് പറയുന്ന തുർക്കിയിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന അദ്ദേഹവും വലിയൊരു ഭൂകമ്പത്തിന് ശേഷവും വലിയൊരു പറഞ്ഞ പോലെ വലിയൊരു കലാമിറ്റീസിന് ശേഷവും ഒക്കെ തന്നെ അധികാരം പിടിക്കുന്നത് ഏതാണ്ട് 1,40,000-ഓളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അങ്ങനെ ഹാക്ക് ചെയ്തുകൊണ്ട് അതിലൂടെയുള്ള പ്രചരണങ്ങളിലൂടെ ഈ പറയുന്ന ലോകത്തെമ്പാടും ഇതുപോലെ നിരവധി ഇലക്ഷൻ നടന്നിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളിൽ, കുറച്ചെങ്കിലും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. UK-യിലും ബ്രിട്ടനിലും പോലും ഇപ്പോൾ പോലും തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മളറിയണം. പല മന്ത്രിമാർ രാജിവെക്കുന്നത് പോലും ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നറിയണം. ഋഷി സുനക് മാറ്റപ്പെട്ടത് ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പല ഘട്ടങ്ങളിലായി ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വലിയ പോഡ്കാസ്റ്റ് തന്നെ വേണ്ടിവരും ഇതിനെക്കുറിച്ച് കൃത്യമായി ആളുകളെ അവെയർ ചെയ്യിക്കാൻ. വലിയ പണവും വേണ്ടിവരും എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്ന ഇപ്പോഴല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനമുണ്ട്. വലിയ സർജായിരുന്നു ഈ പറഞ്ഞ പോലെ വംശീയ അധിക്ഷേപം ഉണ്ടാക്കുന്ന, വംശീയ വിഭാഗീയത ഉണ്ടാക്കുന്ന വാക്കുകളിൽ ആ സമയത്തെന്ന്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ആളുകൾക്ക് ഇഷ്ടമുള്ളതെന്തോ അത്തരത്തിൽ ഗൂഗിളും അതുപോലെ തന്നെ യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും അതുപോലെ ട്വിറ്ററും ഇതുപോലെയുള്ള എല്ലാം തന്നെ സൃഷ്ടിക്കുന്ന ഒരു അൽഗോരിതമുണ്ട്. അൽഗോരിതത്തെ മാനേജ് ചെയ്യാൻ വലിയ ഫണ്ടുകൾ ഇറക്കിക്കൊണ്ടാണ് കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയെ എലോൺ മസ്ക് അടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രംപ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയണം. അപ്പോൾ അത്തരത്തിൽ ഇവർ സോഷ്യൽ മീഡിയയെ പിന്നീട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. ആ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളറിയണം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യപക്ഷത്ത് നിന്നുള്ള ഒരു വിമർശനവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മതപരമായ, ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ മാത്രമേ കാണാൻ കഴിയൂ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ഹിന്ദു തീവ്ര നിലപാടുകാരനായിട്ടുള്ള പ്രതീഷ് വിശ്വനാഥൻ ഒരു തെറ്റായ കണക്കുമായി പോലും പുറത്തേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ ഹിന്ദു MLA-മാരുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്കുമായി പുറത്തേക്ക് വന്നിരിക്കുന്നു. അതിൽ ചിലതൊക്കെ തെറ്റാണ്, ചിലതൊക്കെ ശരിയാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, BJP-യുടെ കയ്യിൽ വലിയ പണമുള്ളതല്ലേ, സാറ്റലൈറ്റ് മീഡിയകൾ അങ്ങോട്ട് വിലക്ക് വാങ്ങിയ പോലെ ഗോദി മീഡിയ പോലെ ഡൽഹിയിലും അതുപോലെ തന്നെ ബോംബെയിലുമൊക്കെയുള്ള വലിയ മീഡിയ ഹൗസുകൾ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ ചെയ്താൽ പോരെയെന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്നുള്ളത് വളരെ കൃത്യമായ റിസർച്ചുകളിലൂടെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളെയും വളരെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയക്കാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. 2016 ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഒരു ലേഖനമുണ്ട്. അതിൽ പറയുന്നത് 95 നിയോജക മണ്ഡലങ്ങളിലെ വിജയം തീരുമാനിച്ചത് അന്ന് സോഷ്യൽ മീഡിയ ആയിരുന്നു എന്നാണ്. അപ്പോൾ 2026 എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയ അവർ ആ സമയം മുതൽ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇനി എന്തുകൊണ്ടാണ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാത്തതെന്നറിയാമോ? സാറ്റലൈറ്റുകളുടെ പരീക്ഷണം പരാജയമാണ് എന്നുകൂടി കൃത്യമായി പഠനം നടത്തി ഇത്തരം ആളുകൾ കണ്ടെത്തിയിരുന്നു. അവരുടെ കയ്യിൽ വലിയ പ്രൊഫഷണലുകളുണ്ട്, എന്നെപ്പോലെ തന്നെയുള്ള നിരവധി ആളുകളുണ്ട്. അവർ അതിഗംഭീരമായി പഠനം നടത്തി ഇത് കണ്ടെത്തിയിരുന്നു. ഉദാഹരണത്തിന് കൈരളി TV തുടങ്ങി കേരളത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നവർ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ വലിയ മാസ് ബേസ് ഉള്ള, വലിയ തോതിൽ 7 ലക്ഷത്തോളം മെമ്പേഴ്സുള്ള അവരെ കൊണ്ട് പോലും ആ ചാനൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളവർ മനസ്സിലാക്കി. ജനം TV തുടങ്ങി, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി. ചെറിയ പ്രയോജനം അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലാക്കി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, ജയ് ഹിന്ദ് തുടങ്ങി, അതും അമ്പെ പരാജയപ്പെട്ടു എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
പുതിയൊരു ചാനൽ ഏതെങ്കിലും പക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു ചാനലിന് പ്രസക്തിയില്ല എന്നവർ മനസ്സിലാക്കി. ഒന്ന്. രണ്ടാമത്തത്, അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കി. കാരണം ആ ജേർണലിസ്റ്റുകളൊക്കെ തന്നെ പക്ഷം പിടിക്കാൻ തയ്യാറായില്ല. പക്ഷം പിടിച്ചാൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ വ്യൂവർഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പക്ഷം പിടിക്കാതിരുന്ന ഘട്ടങ്ങളിലാണ് ഇതും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, സുജയ പാർവതി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും കേരളത്തിൽ ഇല്ലാത്ത വിധം പെട്ടെന്ന് ചില സംഘപരിവാർ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു, RSSൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം 24 ന്യൂസിൽ നിന്ന് അവരുമായി ചില പ്രശ്നങ്ങളുണ്ടായി പുറത്താക്കപ്പെടുന്നു. അപ്പോൾ RSS ഇടപെടുന്നു. വീണ്ടും ഏറ്റവും ഒടുവിൽ അവർ സാഫ്രൻ കളറുള്ള കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ടൊരു പ്രകടനം നടത്തുന്നു. അതിനുശേഷം അവർ ആ ജോലി കിറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ റിപ്പോർട്ടറിലെത്തിയപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ മാധ്യമ സംസ്കാരത്തിനുമൊക്കെ വ്യത്യാസമുണ്ടായി. കാരണം അതിൽ പക്ഷം പിടിച്ചുകൊണ്ട് വാർത്തകൾ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കൃത്യമായ പക്ഷം പിടിച്ചുകൊണ്ട് അവർക്കും ഏതാണ്ട് റീച്ചുകൾ കിട്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ഇതെങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ഈ സാറ്റലൈറ്റ് മീഡിയകളുടെയൊക്കെ ഒരു കൺസിസ്റ്റൻ്റായി അവരുടെ വ്യൂവർഷിപ്പ് നിലനിർത്തി കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു 5 ലക്ഷം പേരുള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ വളരെ സിമ്പിളായി ഒരു ഐക്കണിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് CPM എന്നെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ CPM അതിൻ്റെ ഒരു 25,000 മെമ്പേഴ്സിനോട് 1 ലക്ഷം മെമ്പേഴ്സിനോട് വിളിച്ചിട്ട് പറയാണ്, ഇത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, ആ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് ഓൺ ചെയ്ത് താഴെ സൈഡിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിനകം 1 ലക്ഷം പേരിൽ ഒരു 25,000 പേര് എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് വിചാരിക്കും ഇത് വളരെ ടെക്നോളജി ഉള്ള കാര്യമാണ്, അതുകൊണ്ട് ഇത് വലിയ അൽഗോരിതമാണ്, ഇത് ഇദ്ദേഹത്തിന് വലിയ ജനപ്രീതിയാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഇംപ്രഷൻസ് കൂടും. എന്ന് പറഞ്ഞാൽ അവർ ആളുകളെ കാണിക്കുന്നത് കൂടും. ആ കാണിക്കുന്നത് കൂടുമ്പോൾ നാച്ചുറലി ഉള്ള ക്ലിക്കുകൾ കൂടും, വലിയ ഹൈപ്പ് ഉണ്ടാകും. അങ്ങനെ എൻ്റെ ഒരു 10 വീഡിയോകൾ പോയി കഴിയുമ്പോൾ അടുത്തൊരു കാര്യം കൂടി സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വിചാരിക്കും, ദൈവമേ ഈ വീഡിയോകൾ ഈ ടോപ്പിക്കുകൾ ഇട്ടാലല്ലേ കയറുള്ളൂ, അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി റിസർച്ച് ചെയ്യും, അത്തരം ടോപ്പിക്കുകൾ നിരന്തരമായി ഞാൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ഒരാൾ, ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരാൾ അറിയാതെ തന്നെ ഒരു അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ അവരുടെ കയ്യിൽ തന്നെയുള്ള ചില ആളുകൾ, ഇപ്പോൾ TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും TG മോഹൻദാസ് മുതൽ അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ വരെയുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം അജണ്ടകളിൽ വലിയ ഐക്കണുകളായി ഉയർന്നു വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സുകുമാർ അഴീക്കോടും ONVയും അതുപോലെ തന്നെ സച്ചിദാനന്ദൻ മാഷുമൊക്കെ അറിയപ്പെട്ടിരുന്ന യുവജനങ്ങളുടെ ഹരമായിരുന്ന മുകുന്ദനൊക്കെ ഹരമായിരുന്ന കാലത്ത് നിന്നും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് വലിയ തോതിലുള്ള സാംസ്കാരിക നായകരായി മാറി. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെയൊന്നും അഡ്രസ്സ് ചെയ്യാനോ ഇത് മനസ്സിലാക്കാനോ ഒന്നും CPMO അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളോ ഒന്നും ഒരു കാലത്തും തയ്യാറായിരുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരുടെ ഇടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, അപ്പുറത്തെ കൂട്ടുകാരൻ്റെ മുതുകത്ത് നിന്ന് കൈയെടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മളെ ടാറ്റ കാണിക്കാൻ. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തു, ഇത് വളരെ കൃത്യമായി സംഘപരിവാർ കൃത്യമായിട്ടൊരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ നടത്തി. അങ്ങനെ ഉപയോഗത്തിലൂടെ നടത്തിയത് കൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾ രൂപപ്പെടുകയും അവർക്ക് വലിയ റീച്ചുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ മാധ്യമങ്ങളൊക്കെ തന്നെ, ഇവർക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. ഈ പരിപാടിയിലേക്ക് ചെന്ന് കയറി കൊടുത്തവരാണ് നിങ്ങൾ അറിയേണ്ടത്. ആരിഫ് ഹുസൈൻ മുതൽ ഈ പറയുന്ന RC വരെയുള്ള ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് പെട്ടുപോയവരാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. പെട്ടുപോയവരാണ്. കൂടാതെ മറുനാട് ഷാജൻ മുതൽ ഷാജഹാൻ വരെ ഇതിലേക്ക് പെട്ടുപോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്നീട് എന്ത് പറ്റി? ഇതിനോടൊക്കെ തന്നെ ഒട്ടും സഹിഷ്ണുതയില്ലാത്ത സമീപനമാണ് പലപ്പോഴും CPM കൈക്കൊണ്ടത്. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി, വേട്ടയാടി പിടിക്കാൻ തയ്യാറായി, എന്നാൽ ആശയപരമായിട്ടുള്ള പ്രചരണത്തിന് മുതിർന്നുമില്ല. അപ്പോൾ എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരത്തിൽ ഇപ്പോൾ മറുനാട് ഷാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ പ്രകാശ് ജാവദേക്കർ അതിനെതിരായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തുന്നു. നാച്ചുറലി ഒരു കമ്മിറ്റ്മെൻറ്റായി, കടപ്പാടായി ഇപ്പോൾ ഷാജൻ പരിപൂർണമായി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് BJPക്ക് സീറ്റ് കിട്ടിയതിൽ സന്തോഷം പ്ലസ് കോൺഗ്രസ് ജയിച്ചതിൽ സന്തോഷമെന്നാണ്. അത്തരത്തിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടാകുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. കൂടാതെ ഗവർണറുടെ ഓഫീസുകളിൽ നിന്ന് പോലും വലിയ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ, അത്തരത്തിലുള്ള പണവും മാധ്യമങ്ങളും ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐക്കണുകളാക്കി മാറ്റാൻ കഴിഞ്ഞു.
അഡ്വക്കേറ്റ് ജയശങ്കറിനോട് തന്നെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിലാണ്, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞ പോലെ ശൗര്യവും ക്രൗര്യതയും വരുന്നതും, എന്തുകൊണ്ടാണ് മോദിയെ വിമർശിക്കുമ്പോൾ അത് വരാത്തതും എന്നുള്ളത് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായി ആ ചോദ്യത്തെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുകയും പിന്നീട് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് നാഷണൽ പൊളിറ്റിക്സോ ബാക്കിയുള്ളതോ നിങ്ങൾ ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വിമർശിച്ചാലേ നമുക്ക് റീച്ച് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതുമൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള റീച്ചുകൾക്ക് വേണ്ടി ഇവരുമൊക്കെ തന്നെ ഇത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ കുറച്ച് പേർ അറിഞ്ഞുകൊണ്ടും വളരെ കുറച്ച് പേർ അറിഞ്ഞുകൊണ്ടും കുറേ പേർ അറിയാത്തതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന അടുത്ത വാചകം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്മൃതി മുതൽ സതീശൻ വരെയുള്ളവർ പോലും ഇത്തരത്തിൽ ഈ കാലാളുകളായി വന്ന് സംഘപരിവാറിന് വേണ്ടി കളി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കളി തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വി ഡി സതീശന് മനസ്സിലായി ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായാലേ അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. അതായത് അതാണ് വലിയ തോതിൽ 2024 ലോക്സഭയിലും 2019 ലോക്സഭയിലും വിജയം നേടിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തന്നെ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വി ഡി സതീശന് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയുള്ള ഒരാളായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വളരാൻ വലിയ സാധ്യതകളുണ്ട്, അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് എന്ന് പറയുന്ന സാധ്യത കൂടി സംഘപരിവാർ കണ്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനിടയിൽ വളരെ ഇതൊന്നും അറിയാതെ വളരെ നിഷ്കളങ്കമായ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ പോലും നമ്മൾ അപ്പുറത്തെ പക്ഷത്തേക്ക് നിരന്തരമായി കൊടുത്തു. നേരത്തെ ഞാൻ ഷാജൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഷാജഹാൻ്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിൽ ബ്രോഡർ ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പുറത്ത് നിന്ന് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള സമീപനം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും അവരെല്ലാം അപ്പുറത്തെ സൈഡുകളിലേക്ക് മാറിപ്പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കുറേ കൂടി കൂടുതൽ മാറിപ്പോയി. ഉദാഹരണത്തിന് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിൽ നിന്ന് നടത്തുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ വലിയ കാമ്പുള്ള കാതലുള്ള വിമർശനങ്ങളല്ല എന്നുള്ളത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ലളിതമായി അവരെ നമുക്ക് വിമർശിക്കാം, അവരെ വേണമെങ്കിൽ അത് തകർത്ത് കളയാം വാദങ്ങളെ എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള ആശയപരമായ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നതിന് പകരം വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളിലൂടെയും വളരെ മോശപ്പെട്ട അറ്റാക്കുകളിലൂടെയും ആക്രമണങ്ങളിലൂടെയും യഥാർത്ഥത്തിൽ അവരുടെ സൈഡിലേക്ക് വീണ്ടും ആളെ കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിൽ അടിയുണ്ടാകുന്നു എന്ന് വിചാരിക്കും. ഒരു കുട്ടിയെ പിടിച്ച് തള്ളി, അല്ലെങ്കിൽ വേണ്ട ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, ഒരു ചെറിയ ഈ പറയുന്ന പോലെ സൂചി കൊണ്ടൊന്ന് കുത്തി എന്ന് വിചാരിക്കും. ആ സൂചി കൊണ്ടൊന്ന് കുത്തി എന്ന് പറയുമ്പോൾ ആ കുട്ടി ചെയ്തത് തെറ്റാണ് എന്ന് ഏത് ടീച്ചറും പറയും, ഏത് പ്രിൻസിപ്പളും പറയും. കാരണം അങ്ങനെ സൂചി കൊണ്ട് കുത്താൻ പാടില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ ഇങ്ങനെ സൂചി കൊണ്ട് കുത്താൻ പാടില്ലായിരുന്നു എന്ന് ജനം മുഴുവൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടപ്പുറത്ത് ഈ പറഞ്ഞ പോലെ CPM-ൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സൈബർ അഴിമകളുടെയും ഒക്കെ തന്നെ ആക്രമണം ഉണ്ടാകുന്ന ഏത് തരത്തിലാണ്? നേരെ അപ്പുറത്ത് നിന്ന് ആ കുട്ടി തന്നെ ഈ കുട്ടിയുടെ മൂക്കിടിച്ച് പരത്തി ചോര വരുത്തി എന്ന് വിചാരിക്കും. ടീച്ചർ ആരുടെ ഒപ്പം നിൽക്കും? സമൂഹം ആരുടെ ഒപ്പം നിൽക്കും? താരതമ്യേന ചെറിയ തെറ്റ്, ഒരു സൂചി കൊണ്ട് അറിയാതെ ഒന്നും കുത്തിപ്പോയി, വേറെ വേദനയൊന്നും എടുത്തില്ല, ചെറിയൊരു വേദന എടുത്തു, ചോരയൊന്നും വന്നില്ല, നേരിയതായിട്ട് കുത്തുകയാണ് ചെയ്തത് എന്നുള്ള തെറ്റ് ട്രിവിയലൈസ് ചെയ്യപ്പെടുകയും നിസാരവൽക്കരിക്കപ്പെടുകയും അതേസമയം നിങ്ങളിങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉദിക്കുകയും ചെയ്യും. പലപ്പോഴും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇത്തരം വിമർശനങ്ങളോടും പലപ്പോഴും ചില പോലീസ് നടപടികളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർ വളരെ മൈൽഡായി നടത്തുന്ന ഒരു വിമർശനത്തെ പോലും നമ്മൾ സഹിഷ്ണുതയോട് കാണാതെ അവരപ്പുറത്തെ സൈഡിലേക്ക് പരിപൂർണമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അത്തരം ആളുകളെ കൂടി കൃത്യമായി ഉപയോഗപ്പെടുത്താനായിട്ട് സംഘപരിവാരും അതുപോലെയുള്ള ആളുകളും നോക്കി നിന്നിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. കാരണം അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവർക്ക് വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ബിൽഡ് ചെയ്തിട്ടുള്ള ഐക്കണുകളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഐക്കണുകളൊക്കെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് കേരളീയ സമൂഹത്തിൽ വലിയ തോതിലുള്ള മതപരവും ജാതീയവും അതുപോലെ തന്നെ അമ്പലങ്ങളും ഉത്സവങ്ങളും മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പിണറായിയെ തകർത്ത മതരാഷ്ട്രക്കാരുടെ സതീശ വിജയമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ വിജയം ഞാൻ അടുത്ത പാർട്ട് 2-ൽ നിങ്ങളോട് കുറച്ചുകൂടി ഡീറ്റെയിലായി ഡീപ്പായി നിങ്ങളോട് വിശദീകരിക്കാം. ഓർക്കണം, സതീശനടക്കം ഇത്തരത്തിലുള്ള പല ആളുകളും അറിഞ്ഞോ അറിയാതെ ഒരു കളികളുടെ ഈ പറയുന്ന പോലെ ഒരു കളികളുടെ കാലാൾ മാത്രമാണ്. യഥാർത്ഥ വിജയം നേടാനിരിക്കുന്നത് BJP ആണ്.
കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, BJPക്ക് വലിയ പരാജയമുണ്ടായി, അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ല എന്നുള്ളതാണ്. തെറ്റാണ്. നിങ്ങൾ അറിയേണ്ടത് വലിയ വിജയമാണ് അവർക്കുണ്ടായത്. അത് അവർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിരുവിട്ടിട്ടുള്ള പരാമർശങ്ങൾക്ക്, വലിയ തോതിലുള്ള പ്രകടനങ്ങൾക്ക് BJPക്കുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് ചെയ്തത് 3 MLA മാരുമായി. അതവർ തുടരും. യഥാർത്ഥത്തിൽ ഇത്രമാത്രം ഡീറ്റെയിൽഡായി ഡീപ്പായി കാര്യങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇപ്പോഴും ഇതൊരു ഭാഗം മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് നമ്മളെ വിഭജിച്ചുകൊണ്ട് അധികാരം പിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതറിയണം. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ പുതുച്ചേരി മുതൽ നിങ്ങളറിയേണ്ടത് ഉത്തർപ്രദേശ് വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ചവരാണവർ. ആ വിജയം അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര നാൾ ഒറ്റയ്ക്ക് പോരാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ ആ പോരാട്ടം തുടരും എന്നുള്ളത് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കട്ടെ.